ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. അവൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച ഒരു അവസരം കൂടെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാനും നിന്റെ വചനം പങ്കുവയ്ക്കുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനും ആരോഗ്യത്തിനും ആയുസ്സിനുമായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ നീ തന്നെ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വചനമായിട്ട് തീരട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയണേ: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്കൊന്ന് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ വചനം എന്താ? ക്രൂശിൻ്റെ വചനം എന്ന് നമുക്ക് ചുരുക്കമായിട്ടൊന്ന് നോക്കുമ്പോൾ 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ പറയണേ: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് പറയുന്നു. വീണ്ടും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കാൽവരി ക്രൂശിൽ യേശു ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു, നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരം വരുത്തി, നമ്മുടെ ശാപത്തിൽ നമുക്ക് വിടുതൽ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ കർത്താവ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കപ്പെട്ട ഈ വചനങ്ങൾ കുറേ പേർക്ക് അത് വിശ്വസിക്കാനും അത് ഏറ്റെടുക്കുവാനും സാധ്യമാവുന്നുണ്ട്. എന്നാൽ കുറേ പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് അവർക്ക് ഭോഷത്വമായി തീരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ ചെറുപ്പം മുതൽ അവൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ള ചില വിശ്വാസങ്ങളുണ്ടാവാം. പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവാം. അപ്പോൾ വ്യക്തികളുടെ ഹൃദയത്തിൽ അവർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്ത പാപങ്ങളെക്കുറിച്ച് കുറേ പേരെങ്കിലും ബോധവാന്മാരാണ്, കുറേ പേരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലാത്ത ആളുകളും. അപ്പോൾ ചില കഠിന പാപങ്ങൾക്ക് അത് അവർക്കൊക്കെ ആ ശിക്ഷ അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു ചിന്ത കുറേ പേരുടെ ഹൃദയത്തിലെങ്കിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെറുപ്പം മുതൽ അവരുടെ ഹൃദയത്തിൽ അവരായിരിക്കുന്ന മതത്തിൽ നിന്ന് അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്ന് അവർ കേട്ടതുകൊണ്ടെല്ലാം കയറി കൂടിയ ഒരു ചിന്തയായിരിക്കാം. അതിൻ്റെ ഫലമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടാവാം, തങ്ങൾ ചെയ്ത ഈ പാപത്തിൻ്റെ ഒരു ശിക്ഷ നമ്മൾ ഏൽക്കേണ്ടി വരുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവാം. ആ കഠിന പാപത്തിൻ്റെ ആ ശിക്ഷ തങ്ങൾ തന്നെ അത് അനുഭവിച്ച് തീർക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പാപപരിഹാരം വരുത്തി എന്ന് പറയുമ്പോഴും അവർക്കത് ഏറ്റെടുക്കാൻ പറ്റാത്തത്. ഞാൻ അങ്ങനെ ചിന്തിക്കാം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മനുഷ്യൻ 3 കാര്യങ്ങൾ ചെയ്തതാണ്. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ്റെ ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുമ്പോൾ ഒരു ശരീരം. ദേഹി എന്ന് പറയുമ്പോൾ നമുക്കതിനെ അവൻ്റെ മനസ്സായിട്ട് ചിത്രീകരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി, അങ്ങനെ എന്തോ ആവട്ടെ. 3-മത്തതൊന്ന് ആത്മാവ്. ഈ ദേഹവും ദേഹിയും ഈ ലോകത്ത് അവൻ്റെ മരണത്തോടുകൂടെ ഇവിടെ ആയി കഴിഞ്ഞു. 3-മത് പറഞ്ഞ ആത്മാവ്, അത് അവനെ കൊടുത്ത ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അത് മടങ്ങിപ്പോകും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നെന്ന വചനം വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ കാണാൻ: അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് ഒരുക്കിയെന്ന് പറയുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ വചനം പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്നുപോയ പാപത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ അനുഭവിച്ചാലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വീണ്ടും നമുക്ക് ഒരു ന്യായവിധി കൂടെ ഉണ്ട്. ഏതൊരു മനുഷ്യനും അവനവൻ ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അവനായിരിക്കുന്ന സ്ഥലത്തിൻ്റെ നിയമപ്രകാരം അവന് ഒരു ശിക്ഷ ഉണ്ടാകും. അതിനകത്ത് സംശയമൊന്നുമില്ല. ചിലർ ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ഒന്നുമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഈ ഭൂമിയിൽ അവർ അങ്ങനെ ശിക്ഷ അനുഭവിച്ചാലും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ അവൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ഒരു ന്യായവിധി നേരിടേണ്ടി വരും. നമുക്ക് ക്രിസ്തുവിൻ്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ട 2 ദുഷ്പ്രവർത്തിക്കാരെ നോക്കാം.
ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് അവരെ ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയുന്നത്. മറ്റുള്ള സുവിശേഷത്തിൽ അവരെ കള്ളന്മാരെന്ന് പറയുന്നത്. ദുഷ്പ്രവർത്തിക്കാരെന്ന് പറയുമ്പോൾ അവർ ചെയ്തു പോയിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ടാവാം. അതിനകത്ത് കൊലപാതകം ഉണ്ടാവാം, വ്യഭിചാരമുണ്ടാകാം, മറ്റ് രീതിയിലുള്ള മോഷണങ്ങളുണ്ടാവും, പലതും ഉണ്ടാകാം. അതുകൊണ്ടാണ് അവർ ദുഷ്പ്രവർത്തിക്കാരെന്ന് അവിടെ ഉപമിച്ചിട്ടുള്ളത്. അതിനകത്ത് ആ രണ്ട് വ്യക്തികളുടെ കാര്യം നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതിനകത്ത് ഇടതുഭാഗത്ത് തൂക്കപ്പെട്ട ആ വ്യക്തി യേശുവിനോട് പറയുന്നുണ്ട്, നീ ക്രിസ്തു ആണെങ്കിൽ നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവന് ദുഷിച്ചു. എന്നാൽ വലതുഭാഗത്ത് തൂക്കപ്പെട്ട ആ ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞ വാക്ക് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അവനിങ്ങനെ പറഞ്ഞു, ഇവൻ ആദ്യം പറഞ്ഞ വ്യക്തിയെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. അപ്പോൾ അവർ ഈ ഭൂമിയിലായിരിക്കെ അവർ പ്രവർത്തിച്ച ആ തെറ്റിൻ്റെ ഒരു ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത്. ആ ദേശത്തെ നിയമം അനുസരിച്ചുള്ള ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത്. അതൊരു മരണമാണ് അവർ അനുഭവിക്കുന്നത്. എന്നിട്ടും അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ, അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് അവർ മരിക്കുന്നതോടുകൂടെ അവർക്ക് സ്വർഗത്തിലേക്ക് രണ്ടുപേർക്കും ഒരുപോലെ പോകാൻ പറ്റില്ല. രണ്ടാമത് പറഞ്ഞ വലതുഭാഗത്ത് കിടക്കുന്ന ആ ദുഷ്പ്രവർത്തിക്കാരന് മാത്രമേ അത് സാധിച്ചുള്ളൂ. എന്തുകൊണ്ടാണ്? അവൻ യേശുവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. അതായത് ഒരുത്തൻ യേശുവിനെ തള്ളി പറഞ്ഞു, മറ്റേ വ്യക്തി യേശുവിനോട് തൻ്റെ പാപത്തെ ഓർത്ത് അനുദപിച്ച് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലിരിക്കും. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് വ്യക്തികളും ഈ ലോകപ്രകാരം ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷയാണ് അവർ അനുഭവിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി മാത്രം പറുദീസയിലേക്ക് പോയി, മറ്റു വ്യക്തി നരകത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള ശിക്ഷ നമ്മളിവിടെ വഹിച്ചാലും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് അത് തീരുന്നില്ല. സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ള ഒരു വഴിയായിട്ട് അത് തീരുന്നില്ല. അതിന് നമുക്ക് യേശു കൂടിയേ തീരൂ. രണ്ടാമത്തെ ദുഷ്പ്രവർത്തിക്കാരൻ യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു, അതുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മറ്റവനോ അവനതിന് കഴിഞ്ഞില്ല. അവനും അവൻ്റെ തെറ്റിൻ്റെ പ്രായശ്ചിത്തം ഈ ലോകത്തിൽ കൊടുത്തില്ലേ? കൊടുത്തു. പക്ഷെ അത് ദൈവസന്നിധിയിലുള്ള ന്യായവിധിക്ക്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആ ന്യായാസനത്തിന് മുമ്പാകെ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് രക്ഷ ലഭിച്ചത്. അതായത് രണ്ടാമത് നമ്മൾ കണ്ട ദുഷ്പ്രവർത്തിക്കാരന്. ആദ്യത്തെ വ്യക്തിക്ക് അത് അവൻ്റെ പാപത്തിൻ്റെ മോചനത്തിനുള്ള ഒരു വഴിയായി തീർന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് വചനത്തിൽ പറയുന്നതിനനുസരിച്ചുള്ള രക്ഷ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ സ്വീകരിക്കേണ്ടി വരും. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് യേശു തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ അവനാൽ രക്ഷിക്കപ്പെടാനത്രേ. അവനിലൂടെ ലോകത്തെ രക്ഷിക്കാനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അവനിൽ വിശ്വസിക്കുന്നവനോ ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നാമത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവൻ ന്യായവിധി വന്നു. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറഞ്ഞത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇത് മാത്രമാണ് നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരേ ഒരു കാര്യം. കുറ്റമില്ലാത്ത രക്തം ചിന്തിയാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അതുകൊണ്ട് ഈ ലോകത്ത് കടന്നു പോകുന്നതിന് മുമ്പേ ഈ രക്ഷ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അവൻ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിന് മുമ്പേ ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. അവൻ നമുക്ക് ഒരിക്കൽ രക്ഷയെ നമുക്ക് സ്വീകരിക്കാം. റോമർ ലേഖനത്തിൽ ഇങ്ങനെ പറയണേ, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിലാണോ?
ആണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പേ ഈ കർത്താവിനെ സ്വീകരിക്കാൻ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് അവൻ്റെ സന്നിധിയിൽ കൂടി വരുന്നവരെയും അവൻ തൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ മറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദ ലോർഡ്.